വളരെ ചെറിയ പൈസക്ക് സോഷ്യൽ മീഡിയ കത്തിച്ചു കൊടുക്കുന്ന ഒരു മുതലിൻ്റെ വീഡിയോ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. വളരെ സൈലൻ്റായി വന്ന് സോഷ്യൽ മീഡിയ കത്തിച്ചിട്ട് പോകും. അതാണ് ഐറ്റം നമ്മുടെ മമ്മൂക്ക. എന്തോന്ന് പറയുന്നത്, ഭ്രമയുഗത്തിൻ്റെ മറ്റേ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അവർ മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ അങ്ങനെ വന്നതേ ഒരു വിൻറ്റേജ് ലാൻഡ് റോവർ വണ്ടിയിലാണ്, ഒരു വൈറ്റ് കളറ്. പിന്നെ മൊത്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം. ഇങ്ങേരൊരു ഗ്ലാസും വെച്ച് 5 സ്ലീവ് ഷർട്ട് ഇട്ടിട്ട് നടത്തം നടന്നിട്ടുണ്ട്. ഓവർ സ്ലീവ് സാധനം ഇട്ടിട്ടുണ്ട്. പൊന്നോ, ഇതിപ്പോൾ മറ്റേ കമൻറ്റ് വരുന്നത് കൃത്യമായി സോഷ്യൽ മീഡിയ കത്തിക്കണം മുതൽ കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കുറേ പേര് എനിക്ക് അയച്ചു തന്നൊരു കാര്യമാണ് കേസ്. എന്താണ് കേസ്? ഈ സിനിമ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് കേസ്? ബ്രഹ്മയുഗം സിനിമ റിലേറ്റ് ചെയ്ത് എന്താണ് കേസുള്ളത്? അത് വേറെ ഒന്നുമില്ല, കുഞ്ഞമ്മൻ പോറ്റിയല്ല, കൊടുമൺ പോറ്റി. അതായത് ഒരു പേര് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അതിൻ്റെ കഥ ഈ സിനിമ പുറത്ത് വന്നാൽ തന്നെ ഈവൻ ഈ കേസ് കൊടുത്തവർക്കും അത് എത്രത്തോളം ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഇവരുമായിട്ട് സാദൃശ്യമുണ്ടെന്നുള്ളത് പറയാൻ പറ്റൂ. അതായത് ന്യൂസിൽ വന്നൊരു ക്ലിപ്പ് ചെയ്യാൻ വെക്കാം. അങ്ങനെ വലിയ വിഷയമുള്ള കേസൊന്നുമില്ല, പേര് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സിനിമേൻ്റെ റിലീസിനൊന്നും ബാധിക്കൊന്നുമില്ല. പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് പ്രമയുഗം. സിനിമയുടെ റിലീസ് അടുത്തിരിക്കെ പ്രമയുഗത്തിലെ കേന്ദ്ര കഥാപാത്രമായ കുഞ്ചമൺ പോറ്റിയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുഞ്ചമൺ ഇല്ല. സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റുവാൻ തയ്യാറാണെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് കൊടുമൺ പോറ്റിയെന്നാക്കാനാണ് തീരുമാനം. ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലെയും ഇന്നത്തെ ചർച്ച. തങ്ങളുടെ കുടുംബപ്പേര് ഇപ്രകാരം ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കുവാനും സമൂഹത്തിന് മുന്നിൽ മാനം കെടുത്താനുമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം. ഇതോടെയാണ് കഥാപാത്രത്തിന്റെ പേര് മാറ്റുവാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നു. കുഞ്ചമൺ ഇല്ലത്തെ PM ഗോപിയാണ് സിനിമയ്ക്കെതിരെ ഹർജി സമർപ്പിച്ചത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ നാളെ മറുപടി നൽകുവാൻ സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചതായാണ് വിവരം. പ്രമയുഗത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് കുഞ്ചമൺ ഇല്ലം പറയുമ്പോൾ സിനിമയുടെ ടീസർ മാത്രം കണ്ടാണ് ആരോപണമെന്നാണ് അണിയറ പ്രവർത്തകർ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇല്ലമുള്ള വിവരം ഇതോടെ എല്ലാവരും അറിഞ്ഞുവെന്നാണ് നവാസിന്റെ കമന്റ്. ഇപ്പോൾ കുടുംബമഹിമ എല്ലാവരും അറിഞ്ഞുവെന്ന് പറയുകയാണ് ഷെഫി എന്ന അക്കൗണ്ട്. അതായത് ഞാൻ ചെയ്യേണ്ട പണി 24 ന്യൂസ് എടുക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് വളരെ സുഖമാണ്. കമൻ്റൊക്കെ വെച്ച് അവർ എന്നെ പറയും ന്യൂസ് മൊത്തം. അപ്പോൾ ഓക്കെ, വേറൊന്നുമല്ല, പേര് മാറ്റി അത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ കുടുംബം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പരാമർശങ്ങളോ അല്ലെങ്കിൽ ഈ കഥാപാത്രം കുടുംബത്തിലാണെങ്കിൽ ഈ കഥാപാത്രം വല്ല ആഭിചാര കർമ്മം ചെയ്യുന്ന ഒരു മന്ത്രവാദിയാണ് എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണ പോകും. അങ്ങനെ കുറേ ഇഷ്യൂസ് അവരുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പേര് മാറ്റലോട് കൂടിയിട്ട് അതൊക്കെ അവിടെ നീങ്ങി കിട്ടി. ഇനി സൈലൻ്റായി ഗ്ലാസ് വെച്ച് വന്ന് സോഷ്യൽ മീഡിയ കത്തിച്ച മുതലിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ട്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എന്താണോ ഇതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള ഏകദേശം ആ മോഡൽ ആൻസേഴ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ റിവീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേയൊക്കെ ചോദ്യങ്ങൾ ഈ സ്റ്റിൽ ഈ ഫാൻ വാർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് തന്നെയാണ് പോയത്. ഓക്കെ, പിന്നെ മമ്മൂക്കാനും എൻറ്റയർ ക്രൂവിനെയും കൂടിയും കിട്ടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഈ ലൂപ്പിനെ കുറിച്ചൊക്കെ, ടൈം ലൂപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്ഥിരം എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ വന്നിരിക്കുന്നവർ ആ സിനിമയുടെ ഡയറക്ടറെ കിട്ടുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തുകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ അങ്ങേർക്ക് ഒന്നേ പറയാണ്ടാവുള്ളൂ, എനിക്ക് ഞാൻ എടുക്കണം എന്ന് തോന്നി ഞാൻ എടുത്തു, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുകൂടാ എന്നൊന്നും ഇല്ലല്ലോ എന്നുള്ള തിരിച്ച് ചോദ്യം ചോദിക്കാത്തത് ഭാഗ്യം. ഐ തിങ്ക് ആ സിനിമയെക്കുറിച്ച് കുറച്ചും കൂടി, അതായത് അതിൻ്റെ കഥാപാത്രവും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമയുടെ ടീമിൻ്റെ അടുത്ത് നിന്ന്. അൺഫോർച്യുനേറ്റ്ലി ആരും ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. എന്നാണെങ്കിലും ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങളിലേക്കും പോവാം. അത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ ഇങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത്, ഒരിക്കലുമില്ല. അതൊരു ശുദ്ധ ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സോട് വരുന്നത് സിനിമയാണ്. സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ. അതും വിവാദമായോടെ
ഇങ്ങേര് വന്നിട്ട് വലിയൊരു പ്രീ ഡിറ്റർമിഡ് നോഷനൊന്നും ആർക്കും വരരുത്, പ്രീ കൺസീവ്ഡ് നോഷൻ, സോറി മാറിപ്പോയി. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ആവരുത് എന്നാണ്, അത്രേ ഉള്ളൂ. നിങ്ങളൊരു ഇപ്പം ഞാനൊക്കെ അങ്ങനെ ആവുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളുള്ള കാര്യം പറയാലോ. ഒരു സിനിമയുടെ ട്രെയിലറോ പോസ്റ്ററോ ടീസറൊക്കെ വരുന്ന സമയത്ത് തന്നെ ഈ സിനിമ എന്തായിരിക്കും, ഇപ്പം ഇങ്ങനത്തെ ഒരു മിസ്റ്ററി സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി പോകും. പക്ഷേ ഈ കഥ എങ്ങനെയാവുമോ, അയാളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. ഇത് ഞാൻ എൻ്റെ കണ്ണ് കാണുന്ന ഒരു 10 ആളോട് പറയും. ഇപ്പോൾ വീഡിയോ ഇട്ട് പറയാവുന്ന സാഹചര്യം ആയതുകൊണ്ട് അത് വീഡിയോ ഇട്ടും പറയും. ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ശരിയായിരിക്കാം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ സീക്രട്ട് ഏജന്റ് അങ്ങനെ പറഞ്ഞു പോയി, ഇപ്പം അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് പറയുന്നത്. അങ്ങനെയുള്ള തോന്നലൊന്നും വെച്ച് വരാൻ നിൽക്കണ്ട. ഈ സിനിമ ഒരു ബ്ലാങ്ക് സ്പേസിലിരുന്ന് കണ്ടാൽ മതി. കാരണം ഇത് അങ്ങനത്തെ ഒരു പടമാണ്, തിയേറ്റർ പിടിച്ച് കുലുക്കുന്ന സാധനമൊന്നുമല്ല. അത് ബൈ ദ വേ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, തിയേറ്റർ കുലുങ്ങുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാലിബൻ റെഫറൻസ് വെച്ചിട്ട്. അതിനൊക്കെ നൈസായിട്ടുള്ളൊരു മറുപടി പറഞ്ഞാൽ അങ്ങനെ പോയി. എന്താണെങ്കിലും നമുക്ക് പറഞ്ഞ പോലെ ഒരു ബ്ലാങ്ക് ആയിട്ട് വളരെ കൂളായിട്ട് ഈ സിനിമ കാണാൻ എത്ര പേര് കയറുന്നുള്ളത് എനിക്കറിയില്ല. ഓൾറെഡി ഈ സിനിമയുടെ ട്രെയിലർ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് കാരണം എല്ലാവരും ഭയങ്കര ഒരു ഹൊറർ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വൺ ഹൊററൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ക്യാരക്ടേഴ്സും ഒക്കെയാണ്. സോ അങ്ങനത്തെ ഒരു സംഗതി, ഹൊററിൽ തന്നെ പല ജോണറും ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സോ അവരൊരു അവകാശവാദങ്ങൾ എവിടെയും അവർ നിരത്തുന്നില്ല, കൂളായിട്ട് വന്ന് കാണാനാണ് പറയുന്നത്. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവും, വഴിയിലിട്ടിട്ട് പോയി കളയും. ഈ ക്വസ്റ്റ്യനും വാലിബൻ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യമായിരുന്നു. ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ ഒരു എക്സ്പെരിമെന്റ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, മമ്മൂട്ടി ഒരു എക്സ്പെരിമെന്റ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം, എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ അതൊരു ഇഷ്ടമാണ് ഒരു നടൻ്റെ. കംഫർട്ട് സോണിലിരിക്കണോ പുറത്തു പോകണോ എന്നൊക്കെയുള്ള ഒരു നടൻ്റെ ഇഷ്ടമാണ്. എല്ലാവർക്കും കഴിയണമെന്നില്ല. മമ്മൂട്ടി ആസ് ആൻ ആക്ടർ പണ്ട് മുതലേ അതിനോട് താല്പര്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പല ടൈപ്പ് ഓഫ് ക്യാരക്ടർ, പല രീതിയിലുള്ള ജോണേഴ്സ് ഓഫ് ഫിലിം, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളിലൊക്കെ എപ്പോഴും അങ്ങനെ നോക്കുന്നുണ്ട്. ഒരു പക്ഷേ ആളുകളിലേക്ക് ഇത് മുമ്പേ രജിസ്റ്റർ ആവാൻ കാരണം മമ്മൂട്ടി ഇപ്പം അടുത്ത് ഇങ്ങനെ എല്ലാവർക്കും ഒരു ഓപ്പൺ ബുക്ക് ആയതുകൊണ്ടായിരിക്കണം എന്നില്ല. പ്രീവിയസ്ലി ഇങ്ങനെ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും ഒക്കെ 1 to 1 ഡിഫറെൻ്റ് ആണ്. സിമിലർ ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. വേണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിലൊക്കെ ആയിരിക്കാം. ബട്ട് ഇങ്ങേര് സിനിമ എക്സ്പ്ലോർ ചെയ്ത ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലൊക്കെ ഇങ്ങേര് പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, ഇപ്പോഴും പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. സോ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ വാലിബൻ ചുറ്റിപ്പറ്റിയും പ്രീവിയസ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, ഫാൻ വാർ ചുറ്റിപ്പറ്റിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് ഈ നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിനതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, കാലഘട്ടത്തിൽ അല്ല അപ്പൊ പറയണ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ കാലത്ത് നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും ഒരു ശൂന്യതയിൽ നിന്നാണ് ക്യാരക്ടർ ക്രിയേറ്റ് ആയി വരുന്നത്. ഓക്കെ, എവിടെയോ ഹിസ്റ്ററിയിൽ രജിസ്റ്റർ ആയ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ എവിടെ ഇൻഫ്ലുവൻസ് എടുക്കാനാ? നമുക്ക് കണ്ട് പരിചയമുള്ളതോ അല്ലെങ്കിൽ അറിയുന്നതോ ഓർമ്മകളിലുള്ളതോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം. ഇത് ഇവർ ചെയ്യുന്നതായിരിക്കും ദ ഫസ്റ്റ് വൺ വാട്ട് വി സി. ഇനി ഇത് വെച്ചിട്ട് റെഫറൻസ് വെച്ച് വേറെ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ ഇതെന്താ എങ്ങനെയാന്നുള്ളത് ഈവൻ മമ്മൂക്കാക്ക് പോലും, മമ്മൂക്ക ചെയ്ത് വന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോഴാവും മമ്മൂക്ക നോക്കണം. ഓക്കേ, ഇങ്ങനത്തെ സിനിമകളുടെ ബ്യൂട്ടി അവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈവൻ വാലിബൻ്റെ ബ്യൂട്ടി ആണെങ്കിലും ഞാൻ അവിടെയാണ് വാലിബൻ്റെ ഒരു ബ്യൂട്ടി കണ്ടത്. അങ്ങനൊരു ക്യാരക്ടർ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കേട്ടിട്ടുമില്ല.
സോ ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള എവിടെയും എനിക്കൊരു സിമിലാരിറ്റി തോന്നാത്ത അല്ലെങ്കിൽ ആരോടും ഒരു സാമ്യം തോന്നാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറെ കാണുമ്പോൾ ഭയങ്കര രസമാണത്. അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് വേറൊരു വൈബാണ്, വേറൊരു കിക്കാണ്. അത് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക, ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ്. ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയല്ലേ, അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളുണ്ട്, ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 mm എടുത്തത്. ടൈം ലൂപ്പാണോ? ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് ടൈം ലൂപ്പ് ഒന്നുമല്ല. പക്ഷെ അത് കുറച്ച് എക്സ്പെരിമെന്റൽ പണിപാടുണ്ട്. നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ എടി? അതെ, അങ്ങനെ ഷേക്സ്പിയൻ നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഞാൻ അടുത്ത കാലത്ത് ജനിച്ചോട്ടാണ്, അത്ര പിടിപാടില്ല. സിനിമയിൽ ആ കഥാപാത്രത്തിന് മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഒന്ന് ഇപ്പോൾ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു അത്രയ്ക്ക് നഷ്ടപ്പെട്ടു. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ്. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനം. ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര ഒരു പോയിന്റാണ്. അതായത് പല സിനിമാക്കാരും മനസ്സിലാക്കാതെ പോയൊരു പോയിന്റ്. പലരും പറയും ഞാൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് അഭിനയിച്ചു, ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നല്ല രസമായിട്ട് ഡയറക്റ്റ് ചെയ്തു. നിങ്ങൾ നിങ്ങളെ ജോലി രസമായിട്ട് ചെയ്യുകയാണ്, അതാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രേക്ഷകരെന്താ ചെയ്യണേ? ഞങ്ങൾ ആ സിനിമയിൽ നിന്ന് രസം കണ്ടെത്തും. നിങ്ങൾ രസകരമായി ചെയ്തൊരു പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് രസം കിട്ടുന്നു? ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമ ഞങ്ങളെ രസിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രസകരമായിട്ട് ഈ സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ആസ്വദിക്കുക അല്ലെങ്കിൽ ഈ രസം അനുഭവിക്കുക എന്നുള്ളത് പ്രേക്ഷകനായിട്ട് ആ സീറ്റിലിരുന്നാൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു സിനിമ എടുത്തതുകൊണ്ടോ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടോ ഇത് പ്രേക്ഷകരെല്ലാവരും രസിക്കുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രേക്ഷകനായിട്ട് നിങ്ങൾ വേറൊരു സിനിമ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ സീറ്റിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഒരു കിക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ അതൊരു കിടിലൻ കാര്യമാണ്. നമുക്ക് പറയാം, പ്രേക്ഷകരെ രസിപ്പിക്കാൻ പറ്റണം, പ്രേക്ഷകർ രസിച്ചു എന്നുള്ളത് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു രസം കിട്ടും. അഭിനയിച്ചതിനേക്കാളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയൊരു രസം നിങ്ങൾക്ക് കിട്ടും. അത് അവരുടെ വർക്കിനുള്ള ഒരു റെക്കഗ്നീഷനാണത്. പിന്നെ ഇതിൽ ലൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂപ്പ് ആണോന്ന് ചോദിച്ചാൽ ലൂപ്പല്ല, പക്ഷെ ലൂപ്പ് പോലത്തെ എന്തോ ഉണ്ട്. പക്ഷെ എവിടെയോ വേറൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ നമുക്ക് പറഞ്ഞ മെയിൻ ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം, വില്ലൻ എന്ന് പറഞ്ഞൊരു ടേം പോലും ചിലപ്പോൾ ചിന്തിക്കാത്ത കാലഘട്ടത്തിലെ ഒരു സംഗതി. അപ്പോൾ അതൊരു വില്ലൻ എന്നുള്ള രീതിയിലല്ല, ബട്ട് വില്ലനേക്കാൾ ഭയാനകമായിട്ടുള്ള വേറെ എന്തോ ഒരു വേർഷൻ. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ഉണ്ടാവില്ല ഇതിനകത്ത് ഹീറോവും വില്ലനും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് സംശയം. ഇതിൽ ഹീറോ ഉണ്ടോ വില്ലൻ ഉണ്ടോ? ഇതിൽ ഹീറോ കാണൂല, വില്ലനും കാണൂല. അതിമാനുഷികനായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാവാൻ ചാൻസ് ഉണ്ടല്ലോ. എന്താണെങ്കിലും കൂടുതലൊന്നും റിവീൽ ചെയ്യാതെ വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു പത്രസമ്മേളനം. ആക്ച്വലി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ കയ്യിൽ നിന്നൊന്നും കുത്തിപ്പിടിച്ച് എടുത്തില്ല എന്നുള്ളത് വേണം പറയാൻ. കാരണം കുറച്ചും കൂടി ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് കുത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കായിരുന്നു. നമുക്ക് ഏതുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള ആൻസേഴ്സും കിട്ടും. ഏകദേശം സിനിമയെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. തിയേറ്ററിൽ നമുക്ക് പറഞ്ഞ മാതിരി 0 എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ പോവില്ല. ഞാൻ ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ച് ഞാൻ പോകും. ബാക്കി തിയേറ്ററിൽ നിന്ന് കാണാം.